മൃദു ഹെയർ ആൻഡ് സ്കിന്നിന്റെ പുതിയ സ്കിൻ കെയർ ഓയിലാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് ദന്തപാലയുടെ ഇലയാണ്. ദന്തപാല എന്നാൽ റൈറ്റിയ ടിൻറ്റോറിയ എന്ന പ്ലാന്റിന്റെ ഈ ലീഫാണ് ഈ കാണുന്നത്. ഇതിന്റെ എസൻസ് എങ്ങനെയാണ് നമ്മൾ ഈ സ്കിൻ കെയർ ഓയിലിലേക്ക് എടുക്കുന്നത് എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഈ ലീവ്സ് വിർജിൻ കോക്കനട്ട് ഓയിലിൽ സോക്ക് ചെയ്ത് ഒരു 15 ദിവസത്തോളം നിഴലിൽ വെച്ചാണ് നമ്മൾ ഇതിന്റെ എസൻസ് എടുക്കുന്നത്. ഇതിന്റെ കളർ ഒരു പേർപ്പിളിഷ് കളറായിട്ടാണ് ഇരിക്കുക. ഈ ഒരു പർപ്പിളിഷ് കളറിലാണ് കണ്ടോ ഈ ദന്തപാലയുടെ ഇല ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ള ഈ എസൻസ് നമ്മൾ എടുക്കുന്നത്. ഇത് ഇൻ പ്രിപ്പറേഷൻ ആണ് ഇരിക്കുന്നത്. ഇപ്പോ ഒരാഴ്ചയോളം കഴിഞ്ഞു നമ്മൾ ഈ ഇല സോക്ക് ചെയ്ത് വെച്ച് തുടങ്ങിയിട്ട്. ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ, അതായത് 15 ദിവസം പൂർത്തിയാവുമ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇതിന്റെ മറ്റുള്ള എലിമെന്റ്സിന്റെ, അതായത് വൈറ്റമിൻ ഇ, പോമഗ്രാനറ്റ് ഓയിൽ, വാൾനട്ട് ഓയിൽ തുടങ്ങിയ ആൽമണ്ട് ഓയിൽ തുടങ്ങിയ കോൺസെൻട്രേറ്റ്സ് എല്ലാം ചേർത്ത് ബ്ലെൻഡ് ചെയ്യാം. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള സോക്ക് ചെയ്ത് നിഴലിൽ വെച്ച് ഇൻഫ്യൂസ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള പ്രിപ്പറേഷന്റെ ഒപ്പം പുതിയ കാലത്തേക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ മാറിയ സാഹചര്യത്തിൽ ക്ലൈമാറ്റിക് ആൻഡ് വെതർ കണ്ടീഷൻസിന് സൂട്ട് ചെയ്യുന്ന മോഡേൺ എലിമെന്റ്സ് കൂടെ ശാസ്ത്രീയമായി ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സ്കിൻ കെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. എന്തിനാണ് ഈ സ്കിൻ കെയർ ഓയിൽ ഉപയോഗിക്കുന്നത്? ഒരുവിധപ്പെട്ട ചർമ്മ പ്രശ്നങ്ങൾക്ക് എല്ലാം ഉള്ള ഒരു ഉത്തമ പരിഹാരമാണ് ദന്തപാല. നമ്മുടെ താരൻ ട്രീറ്റ് ചെയ്യാനും ഡ്രൈ സ്കിൻ, ഫ്ലേക്കിംഗ്, ഇച്ചി സ്കിൻ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ദന്തപാല ഉപയോഗിക്കാറുണ്ട്.